ടർക്കിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒട്ടും ശുഭോദർക്കമല്ല. അവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്താംബുൾ മേയറെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുന്നു. എന്താണ് സാർ അവിടെ സംഭവിക്കുന്നത്? വലിയ രസകരമായ സംഭവങ്ങളാണ്. ഇസ്ലാമിക ലോകത്ത് അല്പമെങ്കിലും ജനാധിപത്യം വാഴുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ടർക്കി എന്ന് പറയുന്ന രാജ്യം. അതെ, ടർക്കിയിൽ ജനാധിപത്യം, അത് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്, യൂറോപ്യൻ രാജ്യമാണ്. അതെ, അതിമനോഹരവും അതിസമ്പന്നവുമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ പോലെയല്ല. അതിൻ്റെ വ്യത്യസ്തത വളരെ വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പ്രക്ഷോഭം. ആർക്കെതിരെ? അവിടുത്തെ യസീദി വംശജർക്കെതിരെ. അതെ, കൊടിയ പീഡനങ്ങൾക്കാണ് ഇവർ വിധേയരായത്. ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ ഹിന്ദുക്കൾ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുവോ മുസ്ലിങ്ങളല്ലാത്തതുകൊണ്ട് അതേമാതിരിയുള്ള പീഡനമാണ് അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. പലരും അവിടുന്ന് പലായനം ചെയ്തു, പലരും മരിച്ചു, പലരും കാണാതായി, പലരും ജയിലുകളായി. യസീദി വംശജർ ലോകത്തിൽ അവരെന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിഭാഗമാണ്. അവരിലെ മുസ്ലിങ്ങളുണ്ട്, സുന്നി മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും എല്ലാം ഉൾച്ചേർന്ന ഒരു ജനവിഭാഗമാണ്. ഇറാഖ് മുതൽ അങ്ങ് ഇറാഖിൽ നിന്ന് മലനിരകളിൽ നിന്ന് അങ്ങ് സിറിയ വരെ നീളുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്നൊക്കെ അവരാവശ്യപ്പെട്ടു. തുർക്കിയും അതുപോലെ തന്നെ നേറ്റോ സഖ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. തുർക്കിയും ചേർന്നുള്ള നാറ്റോ സഖ്യം നാറ്റോയിലുണ്ടല്ലോ. അതെ, പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ രാജ്യം ഇപ്പോൾ നമ്മളെല്ലാവരും പറയും പലസ്തീനികൾക്കൊരു രാജ്യം എന്ന് പറയുന്നുണ്ട്. ആവശ്യമാണ്. ജൂതന്മാർക്ക് രാജ്യം കിട്ടി, പലസ്തീനിയൻ രാഷ്ട്രം. അതെ, പക്ഷേ ഇന്ന് വരെ അവരുടെ ഈ രാജ്യം ഇതുവരെ സാമ്രാജ്യം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, യസീദികളെ ഭീകരന്മാരായിട്ടും വളരെ വൃത്തികെട്ടവന്മാരായിട്ടും പൗരാവകാശമില്ലാത്തവരുമാണ് അവർ കണക്കാക്കുന്നത് ടർക്കിയിൽ. ശരിക്കും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ യസീദികളുടെ ഒരു വംശഹത്യ തന്നെ നടക്കുകയാണ്. ഇറാഖിലും മറ്റുമൊക്കെ അതിക്രൂരമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, നടത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ സിറിയയിൽ നടക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇവരെ അടിച്ചോടിക്കുകയും ഇവിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക. നമ്മുടെ ഇന്ത്യയിലെ വിഭജനകാലത്ത് നടന്നിട്ടുള്ളൂ. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, പുരുഷന്മാരെ കൊല്ലുക, അവരുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുക, കുട്ടികളെ ബയനറ്റ് കൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുക, കൊടിയ പീഡനങ്ങൾക്കും നരഹത്യകൾക്കും. അപ്പോൾ ആയാമാൻ യസീദി എന്നും പറഞ്ഞൊക്കെയുള്ള പേരിലുള്ള യസീദി സ്ത്രീകളുടെ രോദനങ്ങളടങ്ങിയ നോവലുകൾ ഈ ഓഷ്വിറ്റ്സിലൊക്കെ ഹിറ്റ്ലർ നടത്തിയതിനേക്കാൾ വലിയ ക്രൂരതകളാണ് ഇവർ നേരിട്ടിട്ടുള്ളത്. ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി കുറിപ്പുകളുണ്ടല്ലോ, അതിനേക്കാൾ വേദനിപ്പിക്കുന്ന പല നോവലുകളും പുസ്തകങ്ങളും യസീദി ആ സ്ത്രീകളുടെ എഴുതി പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ടർക്കിയിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് മലയാളത്തിൽ തന്നെ ഒരു നോവൽ വന്നിട്ടുണ്ട്. സിൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. രേഖ ആർ എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയിട്ട്, സ്വന്തം അനുഭവത്തിൽ നിന്നും കുറിച്ചെടുത്ത. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഇവരെ എത്ര സംശയദൃഷ്ടിയോടുകൂടിയും തോക്കിൻ പാത്തിക്ക് അടിക്കുന്നതും പീഡിപ്പിക്കുന്നതും, ചെറിയൊരു സംശയം ഉണ്ടായാൽ സ്ത്രീകളെ ഉൾപ്പെടെ പിടിച്ച് ജയിലിലിട്ട് പീഡിപ്പിക്കുന്നതും മനസ്സും മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത് സത്യസന്ധമായിട്ട്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കോൺസ്റ്റാന്റിനോപ്പിളിലും അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളിലും ഉള്ള വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു. ഇപ്പോഴും അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അവിടെ ഇസ്താംബുൾ മേയറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇമോമോവിൽ ആന അതെ, പൂർണ്ണമായ പേര് ഇക്രം ഇമാമോമൊലുവിനെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തിരുത്തണം, സബ്ജക്റ്റ് കറക്ഷനാണ്. നമുക്ക് മലയാളികൾക്ക് പുതിയൊരു പേരാണ്. ഇക്രം ഇമോമോലുവിനെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 53 വയസ്സേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഇസ്താംബുൾ മേയറായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക, നിഷ്പക്ഷവാനായിട്ട്. ഈ നിഷ്പക്ഷവാനായതാണ് കുഴപ്പം. അദ്ദേഹം യസീദികളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. പല മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് അവസാനാക്കി. ആരോപിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ കോടതി കണ്ടെത്തി ഈ മനുഷ്യന് അദ്ദേഹം പറഞ്ഞതുപോലെ യാതൊരു ഭീകരബന്ധവും ഇല്ല. എന്നിട്ടും പോരാഞ്ഞ് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. കാരണം എന്താണെന്നറിയോ? അവിടുത്തെ പ്രാവശ്യം ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള
ഉർദ് ഗോബൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർദ് ഗോബൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടെ വരുന്ന പ്രസിഡന്റാണ്. ആ പ്രസിഡന്റായിട്ട് വരാൻ പോകുന്ന ഉർദ് ഗോബാനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ. അപ്പോൾ തനിക്കത് ഭീഷണിയാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പിടിച്ച് ജയിലിലിട്ടിരിക്കുക. അവിടുത്തെ ജയിലിൽ ഞാൻ അറിഞ്ഞിടത്തോളം ആ ജയിലിലിട്ട് വേണമെങ്കിൽ കൊല്ലാം, ഒരു പ്രശ്നവും ഇല്ലാതെ കൊല്ലാം, ആരും ചോദിക്കാനുണ്ടാവില്ല. അതാണ് അവിടുത്തെ ജനാധിപത്യം. ആ രാജ്യത്തെ ജനാധിപത്യം അതാണ്. നമുക്കറിയാമല്ലോ, അതിൻ്റെ ചരിത്രം അറിയാമല്ലോ നമുക്ക്. അവിടുത്തെ സോഫിയ പള്ളി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹാഗിയ സോഫിയ പള്ളി, ലോകപ്രസിദ്ധമായിട്ടുള്ള, ലോകത്തെ ഏറ്റവും സുന്ദരമായ പള്ളി, മനോഹരമായ പള്ളി, അത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ആ പള്ളി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് സ്വന്തമാക്കിയ ആളുകളാണ് ഈ ടർക്കി. അതുപോലെ തന്നെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള ആർമേനിയ, അതുപോലെ തന്നെ അസർബൈജാൻ, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറെക്കാലമായിട്ട് യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിൽ ഒത്തുതീർപ്പുകാരനായിട്ട് വന്നത് ടർക്കിയാണ്. ഒത്തുതീർപ്പാക്കി എങ്ങനെ? ഈ രണ്ട് പ്രദേശങ്ങളും ഒറ്റ രാജ്യമായിരുന്നു. ആ രാജ്യത്തിലെ ഏറ്റവും ധാതു സമ്പന്നമായിട്ടുള്ള, ഭാവിക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ധാതു സമ്പത്തുകളുള്ള പ്രദേശങ്ങൾ മുഴുവൻ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള അസർബൈജാന് നൽകി. അസർബൈജാൻ മനോഹരമായ രാജ്യമാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ആർമേനിയയ്ക്കൊന്നുമില്ല, അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലും അല്ല, ഒരു പട്ടിണി രാജ്യമാക്കി ഈ ഒത്തുതീർപ്പിലൂടെ മാറ്റിയ ആളാണ് ഈ ടർക്കി ഭരിക്കുന്ന പ്രസിഡന്റ്. അത്തരത്തിലുള്ള ആ വിവേചനത്തോടു കൂടി ഭരണം നടത്തുന്നു. അപ്പോൾ ഈ വിവേചനം എന്ന് പറയുന്നത് തികച്ചും ഒരു ടർക്കി മുസ്ലിമായിട്ടുള്ള സ്വന്തം രാഷ്ട്രീയ എതിരാളിക്കെതിരെ പോലും പ്രയോഗിച്ചുകൊണ്ട് ഒരു തരം പട്ടാള ഭീകരതയിലേക്കാണ് ടർക്കി, ഭരണകൂട ഭീകരതയിലേക്കാണ് രാജ്യത്തെ ഈ ജനാധിപത്യത്തിൽ തുടർന്നുകൊണ്ട് തന്നെ, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ചില ആൾക്കാർ ഇന്ത്യയിലെ ജനാധിപത്യം, ഭരണഘടന തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ കിടന്ന് ബഹളം കൂട്ടുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയുണ്ടല്ലോ, BJPയുടെ തന്നെ ന്യൂനപക്ഷ മോർച്ച, നോക്കൂ, ഏതാണ്ട് 32 ലക്ഷം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഭവനങ്ങളിലേക്ക് റംസാൻ കിറ്റുകൾ നൽകുക പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അതല്ലേ ഏറ്റവും വലിയ സന്ദേശം? അല്ല പണക്കാരുടെ ഇഫ്താർ പാർട്ടിയാണോ, അതോ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഈ സൗജന്യമായിട്ടുള്ള കിറ്റുകളാണോ അള്ളാഹുവിന് ഇഷ്ടപ്പെടുക? താങ്കൾ പറയൂ. സക്കാത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ ഇതിന്റെ പാർട്ടി കാണിച്ച് ഓരോരുത്തരുടെയും ആഡംബരവും പ്രതാപവും കാണിക്കുക. നമ്മളതാണ് നമ്മളതാണ് തെറ്റായ മാതൃകകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ മോർച്ച ശരിയായ മാതൃകയിൽ 32 ലക്ഷം വീടുകളിലേക്ക് അതിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷത്തിൻ്റെ തലവനായിട്ടുള്ള ന്യൂനപക്ഷ മോർച്ചയുടെ അല്ല, കേന്ദ്രത്തിൻ്റെ ന്യൂനപക്ഷ സെല്ലുണ്ടല്ലോ, അതിൻ്റെ തലവൻ ഇതിനെ വളരെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് അഭിനയിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. പക്ഷേ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ യസീദികളെ ഇത്രയധികം പീഡിപ്പിക്കുന്നു. അവർ ജനതയല്ലേ, മാനുഷികമായിട്ട് അവർക്ക് ഇത്രയും മൂല്യമുണ്ടായിട്ടും ലോകത്തിലെ ഏതെങ്കിലും ഒരു പത്രം, ന്യൂയോർക്ക് ടൈംസോ അല്ലെങ്കിൽ ഒബ്സർവറോ ഏതെങ്കിലും ഒരു പത്രം ഈ യസീദികൾക്ക് വേണ്ടി ഒരു വാക്ക് എഴുതുന്നുണ്ടോ? എല്ലാ ദിവസവും ഇപ്പോൾ പലസ്തീൻകാർ പീഡിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഇപ്പോൾ ഈ പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ. പക്ഷെ പാലസ്തീനിൽ നടക്കുന്നത് മറ്റൊന്നാണ്. അവിടെ ഗാസയിൽ എങ്ങനെയെങ്കിലും ഹമാസ് പുറത്തു പോകട്ടെ, ഹമാസിനെ പുറത്താക്കൂ എന്ന് പറഞ്ഞാണ് അവർ സമരം നടത്തുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിന് വലുതാകാൻ പോവുകയാണ്. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരം പോലെ അതിന് ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. എന്നാൽ ഈ യസീദികളെ എന്തുകൊണ്ട് ഈ ലോക മാധ്യമങ്ങൾ മുഴുവൻ ഇടതുപക്ഷ ബുദ്ധിജീവികൾ, കപടജീവികൾ എന്തുകൊണ്ട് നിരാകരിക്കുന്നു? വോട്ടില്ല. എർദ്ഗോബൻ്റെ ശരിക്കുള്ള പേര് എർദ്ഗോബൻ്റെ ഈ ഏകാധിപത്യത്തെ ആരും എതിർക്കാൻ മടിക്കുന്നത്? ഈ നാറ്റോ സഖ്യമൊക്കെ റഷ്യക്കെതിരെ വളരെ സജീവമാണല്ലോ. എന്താണ് ഈ തുർക്കിക്കെതിരെ അവരുടെ നാക്കനക്കാത്തത്? അമേരിക്ക ട്രംപിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ഇതുവരെ ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കപട ജനാധിപത്യം കൊണ്ട് തടി തപ്പുന്ന ഒരു രാജ്യമാണ് തുർക്കി. ആ തുർക്കിയിലാണ് ഇപ്പോൾ ഇതുപോലെയുള്ള മാനുഷിക അവകാശ ലംഘനങ്ങൾ, അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേയറിനെതിരെ തന്നെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ അഴിമതിയുടെ ഒരു കേസുമില്ല. അഴിമതിയുടെ കേസുമില്ലാത്ത നമ്മുടെ ഇപ്പോൾ സമാനമായിട്ട് പറയാം, നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടിരുന്നില്ലേ എന്ന് ചോദിക്കാം.
അഴിമതിയുടെ കേസുണ്ട്, കുറ്റപത്രം നൽകിയിട്ടുണ്ട്, അഴിമതി ചെയ്തിട്ടുണ്ടെന്ന കേസ് നിലനിൽക്കുക. അതിനെതിരെ ഒരു തെളിവും നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേജ്രിവാൾ. കോടതി അന്വേഷണം തുടരാനും വിചാരണ നടത്താനുമാണ് നിർദ്ദേശിച്ചത്. ഇവിടെ കൊടുത്തു. അതെ, അതേസമയം ഇവിടെ ഒരൊറ്റ കുറ്റപത്രമില്ല, അദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയതായിട്ട് തെളിവുകളില്ല. അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം, അതിലാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയും സ്ഥാനാർത്ഥി അല്ലാതാക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നെ അവരുടെ പക്ഷത്തേക്ക്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞൊരൊറ്റ വാക്കുമതി അദ്ദേഹത്തിന് വലിയൊരു കയ്യടി നമുക്ക് കൊടുക്കാൻ. തല കുനിക്കില്ല, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ തല കുനിക്കില്ല, ഐ ആം നോട്ട് ഗോയിങ് ടു സറണ്ടർ എന്നാണ് അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റാരും പത്രങ്ങളും കൈയടിച്ചില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യടി കൊടുക്കാം. ഇതാണ് ജനാധിപത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.